أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. എവിടെയാണ് ബാബു തനാവുബി, ഊഴം നിശ്ചയിക്കുക. മനസ്സിലായില്ലേ? ഇന്നത്തേക്ക് അളിയൻ പാളയാ എനിക്കൂടെ പറഞ്ഞാൽ മതി. അളിയൻ ഇനി ഒരാവശ്യം വരുമ്പോഴേ ഞാൻ പോകും, അളിയന് അന്നേരം പോകണ്ട. അപ്പൊ അന്നത്തെ സഭക്ക് അളിയൻ ഞാൻ പറഞ്ഞുതരാം എന്ന്. അങ്ങനെ ഊഴം വെച്ച് പഠിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. അതെങ്കിലും ആവശ്യങ്ങളുണ്ട്, പോകണ്ടേ. ഇപ്പൊ കല്യാണത്തിനൊക്കെ പോയാലും മനസ്സിലായോ? അപ്പൊ പിന്നെ എന്ത് ചെയ്യാം, വന്നാലും വാക്കുകളോ ചോദിച്ചു പഠിക്കണം. പോയതങ്ങ് പോട്ടെ, നമുക്ക് നാളെ തൊട്ട് നോക്കാം. അങ്ങനല്ല. ഹാദാ ബാബു തനാവുബി ഫിൽ ഇൽമി, ഇൽമിൽ എന്ത് ചെയ്യാം, പകരമാക്കുക, ഊഴമാക്കുക, നായിബാക്കി പോവുക. ഹാദാ മറത്തൻ, ഇയാളൊരു ദിവസം പിടിക്കട്ടെ. വൈദക്കിറഹു, അതിനെ ഓർമ്മപ്പെടുത്തി കൊടുക്കട്ടെ. മറ്റ്ലിയാത, മറ്റാളിന്. അവിൽ ആഖറു മറത്തൻ വൈദക്കിറഹു ലഹു. അല്ല, وبالسند المتصل إلى المؤلف رحمه الله قال حدثنا أبو اليماني قال أخبرنا شعيب عن الزهري رضي الله عنه. ഈ പറഞ്ഞ അതീത് രണ്ട് ഇമാമിയങ്ങൾ മുഖേന എനിക്ക് കിട്ടിയിട്ടുണ്ടെന്ന്. രണ്ട് സനദ് മുഖേന കിട്ടണം. ആ രണ്ടാം സനദിലേക്കുള്ള തഹ്വീൽ, തെറ്റലാണ്. قال أبو عبد الله البخاري തങ്ങൾ പറയുന്നു, وقال ابن منبه أخبرنا يونس بن يزيد عن شهاب عن ابن شهاب رضي الله عنه. عن عبد الله بن عبد الله عن عبيد الله بن عبد الله بن أبي ثور عن عبد الله بن عباس عن عمر بن الخطاب رضي الله عنه قال ഉമർ ഇബ്നു ഖത്താബ് തങ്ങൾ പറയുന്നു, കുന്തു അന, ഞാനായിരുന്നു, വജാറുൻ അല്ല ലി, എന്റെ അയൽവാസിയും ആയിരുന്നു. ആ അയൽവാസി തന്നെ മിനൽ അൻസാരിയിൽ പെട്ടവരായ ഹാല്. ഈ ബനി ഉമയ്യത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹുവിന്റെ ഗോത്രത്തിലായിരുന്നു, സ്ഥലത്തിലായിരുന്നു. വഹിയ ഖബീല മിൻ അവാലിൽ മദീന, മദീനയുടെ കിഴക്ക് പ്രദേശങ്ങൾ, മലയോര പ്രദേശങ്ങളാണ്. എന്താ, ഉമർ ഇബ്നു ഖത്താബ് തങ്ങളും ഇയാളും. പിന്നെ ഞങ്ങളായിരുന്നു, ഞങ്ങൾ രണ്ടുപേരും നെത്തനാവബുന്നൂല, ഇറങ്ങലിനെ പകരമാക്കിയത്. അലാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൻസിലു യൗമൻ, ചിലപ്പോ അയാള് പോകും സബക്കിന്. ഞാൻ എന്തെങ്കിലും ആവശ്യാർത്ഥം എനിക്ക് എവിടെയും പോകണ്ടെങ്കിൽ അൻസിലു യൗമൻ, ഞാൻ തന്നെ പോകും, മറ്റാളൊക്കെ ഇവിടെ പോകണ്ടെങ്കിൽ. അങ്ങനെ നോക്കുമ്പോ ഇപ്പൊ ഇതാ നസൽത്തു, ഞാനങ്ങനെ ഇറങ്ങി. ജിത്തു, ഞാൻ ഇവരിലേക്ക് ചെന്നു. അല്ല, ഖബര് താലിക്കല്ലേ, ഇന്നേ ദിവസത്തെ വർത്തമാനമായിക്കൊണ്ട് ഞാനങ്ങ് ചെന്നു. അന്ന് അയാൾ വന്നിട്ടില്ല. മിനൽ വഹിയും വൈരി, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. ഇതാ നസൽത്തു, ഞാൻ ഇറങ്ങുകയാണെങ്കിൽ ജിത്തു, ഞാനങ്ങ് ചെല്ലും. ഖബര് താലിക്കല്ലോമി മിനൽ വഹി വൈരി. ഇനിയിപ്പോ ഇതാ നസല, അയാൾ ഇറങ്ങിയാലും ഫഅല, അയാളും എന്നോട് ഇങ്ങനെ ചെയ്യും. അയാൾ ഇറങ്ങിയാച്ചാൽ അയാൾ റസൂലുള്ളാഹിക്ക് പോകണമെങ്കിൽ എൻ്റെ അടുത്തൊന്ന് ഇങ്ങനെ ഓരോക്കെ പറയും. ഇന്ന് ഇങ്ങനെയൊക്കെ ആയിരുന്നു അറിയോ, ഇന്നവിടെ വിഷയമായിരുന്നു, ഇന്ന വിഷയം ചർച്ച ചെയ്തിരുന്നത് എന്നൊക്കെ വന്ന് പറയും. അതൊക്കെ തന്നെ അയാൾ ഓരോ ദിവസം ഞാനും പോയി പറയും. എന്തോ
ഇന്ന് ഇന്നതായിരുന്നു ഇന്നത്തെ പ്രതിപാദ്യ വിഷയം, ചർച്ച ഇന്നതായിരുന്നൊക്കെ പറയും. അങ്ങനെ നോക്കുമ്പോൾ സുബ്ഹാനല്ലാഹ് ഒരു ദിവസം താ നടക്കുന്നില്ല. അങ്ങനെ ഇപ്പൊ നസല സാഹിബി അൽ അൻസാരി അൻസാരിയായ സാഹിബ് ഇറങ്ങി യൗമനൗബത്തി, അയാളുടെ ഊഴ ദിവസത്തിൽ അല്ല. അങ്ങനെ അയാൾ വന്ന് മാഷാ അല്ലാഹ്, എനിക്കാണെങ്കിൽ ഇന്ന് പോകാനും പറ്റിയില്ല. എവിടെയാ സമുദ്രം പോകാൻ പറ്റി. നോക്കുമ്പോ അയാൾ ആ വരുന്നുണ്ട്. അപ്പൊ നിറബ ബാബി വന്നിട്ട് എന്റെ വാതിലൊക്കെ ഭയങ്കര കൊട്ട പൊട്ടി. അന്ന് ബെല്ലൊന്നുമില്ലല്ലോ, ശരിന്ന് വലിയ കൊട്ട് പൊട്ടി. അപ്പൊ കാലം എന്നിട്ട് അയാൾ അവിടെ നിന്ന് ചോദിച്ചു, ആ സമ്മ പൂവ അവിടെ ഉണ്ടോ, ആളിവിടെ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു. ഞാനാകെ വേദന, എന്തായിരിക്കും എന്തോ വിഷയം ഉണ്ടാവല്ലോ മദീന ശരീർ പള്ളിയിൽ എന്തോ കുഴപ്പം നടന്നോ, മുസ്ലിയാരും പിള്ളേരും എന്തൊക്കെ വിഷയമുണ്ടോ ആകെ. പച്ചവിത്തു ഞാനങ്ങനെ ആകെ ബേജാറായി. അവൻ വന്ന് ഈ അടിക്കലും ബഹളമൊക്കെ കാട്ടിയപ്പോഴേ സാധനം അങ്ങനെ ഇല്ല. ഇന്ന് നോക്കുമ്പോൾ ഭയങ്കര അടിയും ബഹളമൊക്കെ വന്നിട്ട് കഥവിന് മുട്ടുന്ന ആളിവിടെ ഉണ്ടോ അങ്ങനെ ഇങ്ങനെ ചോദിച്ചിട്ടൊക്കെ. ഓഹോ, ഇന്ന് എന്താ വിഷയം മദീന ശരീർ നടന്നിട്ടുണ്ട് വലിയ. ഖറജിത്തു ഞാനങ്ങനോട്ട് എന്തിനാ കാല അത് ഹദ്ദസ അംറുൻ അദീം, ഇന്ന് വലിയ വിഷയം നടന്നേക്കുന്ന പള്ളിയിൽ. എന്താ അമ്രുൻ, എടാ ഇന്ന് വലിയ പുതിയ സംഗതികളൊക്കെ നടന്നേക്കുന്ന ഹബീബ്, രക്ഷയില്ല. അപ്പൊ നോക്കുമ്പോ എന്തോ വിഷയമാണ് മനസ്സിലായി. നേരിട്ട് റസൂലുള്ളാഹിക്ക് ചെന്ന് പറയാൻ പറ്റുന്നില്ല, പോകാനും പറ്റുന്നില്ല, എന്തോ എല്ലാം നടന്നു ചോദിക്കാനും പറ്റുന്നില്ല. ഇച്ചാങ്കായത് പറഞ്ഞിട്ട് പോയി. ഇന്ന് കോളാ കേട്ടോ, ഇന്നങ്ങോട്ട് ചെല്ല്, ഇന്ന് നല്ല ഉഷാറില്ല മുസ്ലിയാര് എന്ന് പറയണക്ക. ഇതെന്താണ് അവരിങ്ങനെ പറഞ്ഞൊക്കെ പോയി, എന്ത് ചെയ്യും? അത് നമ്മളെന്തായാലും ഞാൻ റസൂലുള്ളാഹിന്റെ അമ്മശങ്ങൾക്കല്ലേ, എന്റെ മോള് റസൂലുള്ളാഹിന്റെ അടുത്തുണ്ടല്ലോ, ഞാൻ അവിടെ ചെന്നു. ഇപ്പൊ ദഖൽതു അലാ ഹഫ്സത്ത, ഞാനങ്ങനെ ഹഫ്സയുടെ മേൽ ചെന്നു, ഉമ്മുൽ മുഅ്മിനീൻ. അപ്പൊ നോക്കുമ്പോ ഇതായി തബുക്കി, അവിടെ കരച്ചില് വിളിയൊക്കെ. മോള് കരച്ചില് വിളിയാ. അപ്പൊ കുത്ത് ഞാൻ ചോദിച്ചു, അല്ലത്തൊന്നുമില്ല, അല്ല എല്ലാത്തിനും പറഞ്ഞു വിട്ടോ വീട്ടില്. റസൂലുള്ളാഹിക്ക് ദേഷ്യം പിടിച്ചിട്ട് എല്ലാത്തിനും വീട്ടിൽ പറഞ്ഞു വിട്ടോ ഇതിനൊക്കെ. എന്തോ ഒരു കരയതേ, നീയൊക്കെ റസൂലുള്ളാഹിനെ വിഷമിപ്പിച്ചോ? എന്താ തലക്കൊല്ല തലാക്ക് എല്ലി കളഞ്ഞോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിന്നെയൊക്കെ തലാക്ക് എല്ലിയ പുന്നാരൻ നബി കാലത്ത് അഫ്സോറിന് യാതൊരു അള്ളാഹു അറിയില്ല, ഞാനൊന്നും അറിയില്ല. തലാക്ക് എല്ലോ ഇല്ലയോ എന്തായാലും അറിയില്ല. പള്ളി തന്നെ പോട്ടെ. സുമ്മ ദഖൽതു, അങ്ങനെ അവിടെ നിന്ന് വിവരങ്ങളൊക്കെ വെച്ചപ്പോ അവിടെ കരച്ചിൽ വിളിയാണല്ലോ, അവിടെ നിന്ന് വിവരമൊന്നും കിട്ടിയില്ല, എന്താ സംഭവം ഒന്നും അറിയുന്നില്ല, എന്താണ് ചെയ്യുക. അപ്പൊ ഈ തനാവുമാണ്, തനാവ് കഴിഞ്ഞുപോയി. ഏതാ അന്ന് വരെ ഇന്ന് ഇങ്ങോട്ട് ചെല്ലണേ, ഇന്ന് നല്ല രസമാണ് ഇന്നത്തെ തരത്ത്. ഇന്നാളെ വലിയ കൊസ്രാക്കൊള്ളിയൊക്കെ നടന്നിട്ടുണ്ട്. അങ്ങനെ ഞാൻ ചെന്നു. ثم دخلت على النبي صلى الله عليه وسلم فقلت, ഞാൻ ചോദിച്ചു, അന ഖായിമുൻ, ഞാൻ നിൽക്കുകയാണ്. ഞാൻ നിന്നോണ്ട് തന്നെ ചോദിച്ചു, അവിടെ പോയി ഇരുന്നൊന്നുമില്ല. ആ തല്ലക്കത്തെ നിസാക്ക, തങ്ങള് പെണ്ണുങ്ങളൊക്കെ തലാക്കിയല്ലോ, തങ്ങള് തലാക്കിയല്ലോ നിസാക്ക, തങ്ങളുടെ പെണ്ണുങ്ങളൊക്കെ തങ്ങള് തലാക്കിയല്ലി കഴിഞ്ഞോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ലാ ഇല്ല ഇല്ല, എന്താ? അപ്പൊ കൊടുത്തു ഞാൻ, അല്ലാഹു അക്ബർ, സന്തോഷായി. പിന്നെ അവിടെ വിഷയങ്ങളൊക്കെ പിന്നെ ഏട്ടാ വേറെ വിഷയങ്ങളാണ്, ഈ പെണ്ണുങ്ങൾ കുഴപ്പമുണ്ടാക്കിയതാണ്. അങ്ങനെ റസൂലുള്ളാഹിക്ക് ആയത്തിറങ്ങിയാണ്, തങ്ങളെ പറഞ്ഞു വിടുന്നു ഇങ്ങനെ അതിൻ്റെയൊക്കെ വിളിക്കുന്നത്. ഇങ്കുന്തുന്ന തുരുതനൽ ഹയാത്തുദ്ദുന്യ ഉസർഹിക്കുന്ന സറാഹൻ ജമീലൻ. പെണ്ണുങ്ങൾ ചെലവിന് കൊടുക്കാൻ എന്നിട്ട് വിഷയം ഉണ്ടാക്കി ചെലവ് ചെയ്തു റസൂലുള്ളാഹി. മാഷാ അല്ലാഹ്. അങ്ങനെ പിന്നെ ചരിത്രങ്ങളൊക്കെ ഒരുപാടുണ്ട്, ഇതിന്റെ വിഷയങ്ങൾ ഒരുപാടുണ്ട്. ഈ വിഷയം ഭയങ്കര വിഷയങ്ങളാണ്. ഞങ്ങളെ ദേഷ്യം പിടിപ്പിച്ച് ആൾക്കാരെല്ലാം കാര്യമാരെല്ലാം കൂടെ. അപ്പൊ തനാവുമായി. അപ്പം
ഇന്നലെ പോകാത്ത കാര്യമായിരുന്നല്ലോ അർത്ഥം. ഇന്നലെ ഇതെല്ലാം അവിടുന്ന് കാണുമല്ലോ. അപ്പൊ ഇപ്പൊ ഇങ്ങനെ അറിഞ്ഞപ്പോൾ അങ്ങനെ ആയിരിക്കും പറയുന്നതിന്റെ മാനം. ബാബു തനാബിയല്ലേ? ബാബു തനാബി 2468. Allah. പിന്നെ അങ്ങനെ തനാവുബായി തനാവുബ് വലിയ അതീതുള്ള ചർച്ചകൾ. ബാബുൽ ഖുർഫത്തി വൽ ഉലിയത്തിൽ മുശ്രിഫത്തി വഗൈറിൽ മുശ്രിഫത്തി ബിസുത്തൂഹി വഗൈരിഹ. ഹവാലുൽ മദീനയെ പറ്റി പറയുന്നത്, മോളിൽ താമസിച്ചതിനെ പറ്റി പറയുന്നത്. മനസ്സിലായോ? അങ്ങനെ അതീത് വലിയ അതീതാണ്. അങ്ങനെ സംഭവക്കുറിച്ച്. യാ അമീറൽ മുഅ്മിനീൻ മനിൽ മർഅത്താനി മിൻ അസ്വാജിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലത്താനി ഖാലല്ലാഹു അസ്സ വജല്ല ലഹുമാ ഇൻ തതൂബാ ഇലല്ലാഹി ഫഖദ് സഖത്തു ഖുലൂബുകുമാ എന്നൊരു ഹദീസുണ്ട്. ആ രണ്ട് ഭാര്യമാരാരാ? ഒന്ന് ഹഫ്സയാണ്, ഒന്ന് ആയിഷയാണ്. രണ്ടും കൂടെ കുഴപ്പമുണ്ടാക്കിയാണ്. ഉമ്മാരാണ്, നമുക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ കാല ഉമർ ഇബ്നു ഖത്താബ് തങ്ങൾ വാ അജബൻ ലക ഇബ്നു അബ്ബാസ്. ആയിഷത്തു ഹഫ്സയാണ് രണ്ടും. അവർ രണ്ടുപേരാണ് അവിടെ വിഷയം ഉണ്ടാക്കിയത്. തുമ്മസ്തഖ്ബല ഉമറു അൽ ഹദീസ യസൂഖു ഫഖാല ഇന്നി കുന്തു വജാറുൽ ലി മിനൽ അൻസാരി ഏടാ ഫി ബനി ഉമയ്യത്ത് ബിൻ സൈദ് വഹിയ മിൻ അവാലിൽ മദീനയാണ്. فكنا نتناوب النزول على النبي صلى الله عليه وسلم فينزل يوما وانزل يوما فإذا نزلت جئته من خبر ذلك اليوم من الأمر وغيره وإذا نزل فعل مثله. وكنا معشر قريش نغلب النساء. ഞങ്ങൾ പെണ്ണുങ്ങളോട് വലപത്ത് കാണിക്കുന്നവരായിരുന്നു. فلما قدمنا على الأنصار ഞങ്ങൾ അങ്ങനെ അൻസാരികൾ ചെന്നപ്പോൾ ഇതാകും ഖൗമുൻ തഗ്ലിബുഹും നിസാഉഹും. അൻസാരികൾ സാധുക്കളല്ലേ, ആറ്റിങ്ങളെ ഭരിക്കുന്ന ആറ്റിങ്ങളെ ഭർത്താക്കൾ ഭാര്യമാരാണ്. എന്താ അപ്പൊ തഫിഖ നിസാഉന. അപ്പൊ ഞങ്ങളെ പെണ്ണുങ്ങൾ തുടങ്ങി അങ്ങനെ യഖൂദുന മിൻ അദബി നിസാഇൽ അൻസാരി, അതൊക്കെ കണ്ടുപിടിക്കാൻ തുടങ്ങി. അപ്പൊ അങ്ങനെ ഫസ്ഹിത്തു അലംറത്തി. ഞാനൊരു അട്ടഹാസം ഉദ്ദേശിച്ചു എന്റെ പെണ്ണുങ്ങൾക്ക്. അപ്പൊ രാജാത്തിന് എന്താ രാജനൊക്കെ പറഞ്ഞു. പങ്കർത്തം തുറാജനി കാലത്ത് വലിമ തുന്തുറാൻ റാജിയൊക്കെ വല്ലാഹി ഇന്ന അസ്വാജൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുറാജിഉനഹു പിന്നെ എഴുതാവുന്നല്ല തഹജുല്ലഹു മഅത്തല്ലൈല്. അങ്ങനെ ചരിത്രം വലിയ ചരിത്രമാണ്. അങ്ങനെ വിഷയമായി. അങ്ങനെ റസൂൽ എന്ത് ചെയ്തിരിക്കുന്നു കേട്ടാ, അത് വലിയ വലിയ ഹദീസാണ്. ഇപ്പൊ ലറബ ബാബി ലറബൻ ശദീദ് വഖാല തമ്മ ഹുവ ഫഫസിഅതു ഫഖറജതു ലി വഖാല ഹദസ അംറുൻ അദീം ഖുൽതു മാ ഹുവ. എന്താണെന്ന് ചോദിച്ചു. ആ ജാഅത്തു ഖസ്സാൻ അങ്ങനെ വന്നു. ഖാല ലാ ബൽ അദം മിന്നു.
ഹസൻ അവിടെ പിന്നെ വിഷയം ഉള്ള ഒരു കുതിരക്കനാണ്. അവരൊക്കെ വന്നോ വല്ല ആകോ മിന്നു വസ്തുവലു തല്ലക്ക റസൂലുള്ളാഹി നിസാഹു എന്ന് മൂപ്പർ പറഞ്ഞു. അന്നേരം ഇതിനകത്ത് അതൊന്നുമില്ല. റസൂലുള്ള പെണ്ണുങ്ങളൊക്കെ തലാക്കല്ലെന്ന് പറഞ്ഞു. കാല എന്താ ഖുൽതു മാ ഹുവ അല്ല കാല ഖദ് ഖാബത്ത് ഹഫ്സത്തു വഖസത് എന്നൊക്കെ മൂപ്പർ പറഞ്ഞിട്ട് പോയി. കുന്തു അതൊന്നും അന്ന ആദാ യൂസിഫൻ യക്കൂന അങ്ങനെ ജമഅത്തു അലയ്യ സിയാബി ഞാൻ വസ്ത്രമൊക്കെ എടുത്തിട്ട് സല്ലൈതു സ്വലാത്തുൽ ഫജ്രി മഅൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വദഖല മസ്റൂബത്തൻ ലഹു ബഅതദല ഫീഹാ വദഖൽതു അലാ ഹഫ്സ. തങ്ങൾ കാര്യം മുകളിലോട്ട് പോയി. ആ മസ്റൂബത്ത് ഞങ്ങൾ തലാൻ വേണ്ടിയിട്ട് അവിടെ മുകളിൽ പോയിരുന്നു. പെണ്ണുങ്ങളെല്ലാം അവിടെ കരാവ് ചെയ്തിട്ട് അവ ഇനി ഒരു മാസത്തേക്ക് അവിടെ ഇറങ്ങുന്നില്ലെന്ന് പറഞ്ഞു. ദേഷ്യം പഠിച്ചിട്ട് അങ്ങനെ ഞാൻ ഇപ്പൊ തകർത്തു അല്ല അവസരം ചെന്നു. ഇപ്പൊ ഇതേ തബിക്ക് മോളിരുന്ന് കരയ അവിടെ. ഞാൻ ചിന്ത പകുൽത്ത് മാ ഇബിക്കി അവനെ മക്കുൻ ഹദർ തുക്കി. ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ല നീ റസൂലോട് അത് വേണം കാണിക്കല്ലേ, നീക്ക് കാണിച്ചിട്ട് ഇവിടെ വന്നിട്ട് കരയാ എന്നൊക്കെ ചോദിച്ചു. ആയിഷ റളിയല്ലാഹു അൻഹ അല്ല ആരോട് അഫ്സയോട് ആര് ഉമർ റളിയല്ലാഹു അൻഹു എത്തച്ച് കാട്ടിയെന്നൊക്കെ ചോദിച്ചു. നീ റസൂലിനെ ദേഷ്യം പിടിപ്പിച്ചു. ആ തല്ലൊക്കെ കുന്ന റസൂൽ എന്നൊക്കെ തലക്കല്ലയോ കാലത്തിൽ യാതിരി ഊതാഫിൽ ബസ്റും അതോ ഇരിക്കുന്ന ബോളെ ഇരിപ്പോട്ട് അവിടെ ബോളെ ഇരിപ്പോട്ട് കയറി ചോദിച്ചു. അപ്പൊ ബാബൽ മഷ്റൂബത്താണ്. ബാബൽ ഖുർഫത്തി വൽ ഉല്യത്തിൽ മുസ്രിഫത്തി ഗൈറുൽ മുസ്രിഫത്തി അതാണ് ബാബ അവിടെ തുടങ്ങുമല്ല. മനസ്സിലായോ? മോഹനോട് ചോദിക്കാൻ പറഞ്ഞു. ഇപ്പൊ ഖറജത്തു ഞാനങ്ങനെ ചെന്നു. ഞാൻ ചെന്നപ്പോ നോക്കുമ്പോ ജീത്തുൽ മിമ്പറ ഞാൻ മിമ്പറിൽ ചെന്നു. അപ്പൊ ഇതാ ഹൗലഹു റഹുത്തുൻ നബിക്ക് ബഅദുഹും തങ്ങളുടെ ചുറ്റുഭാഗത്ത് കുറെ ആൾക്കാർ ഇത് കരയാണ്. അപ്പൊ ജലത്തുമായി ഞാനും ഓടുന്നു കരയിലും കുറച്ചു നേരം ഞാനും വരും. എന്തോ അതറിയില്ലല്ലോ ഇവിടെ എന്താ അവിടെ നടന്നൊക്കെയത് അറിയില്ലല്ലോ. ഇത് ആകെ വിഷയമല്ലോ. മുസ്ലിം കാട്ടിക്കൂട്ടിയിട്ടിവിടെ അങ്ങനെ ഒളിച്ചു പാത്ത് ജാരും അവിടെ പോയിരുന്നില്ല. അഥവാ കാട്ടിലേക്ക് ചാടിയ പോയേക്കാം. പിന്നെ കട വരെ ഇതൊക്കെ കഴിയിട്ട് ഇതെല്ലാം ബഹളെല്ലാം കഴിയിട്ട് പിന്നെ കട വരാം. അപ്പോഴത്തേക്ക് കുറെ തബി അപ്പൊ ജാരും അവിടെ ഇരുന്നു. പക്ഷെ എനിക്ക് ഇരുന്നിട്ട് ഇരുത്തി ഉറക്കുന്നില്ല. മനസ്സിലായേ? തുമ്മ കലപനി മാ ജിതുഫ ജീവിത്തു അങ്ങനെ പണ്ടുമ്പോ തക്കൽപ്പ ജാലത്തു മാ റസൂൽ ഇന്ത്യ നിമ്പരി മാ ജിതുഫ ജീവിത്തുൽ ഗുലാമ ഞാനങ്ങനെ ചെന്നു. ഖൽത്തു ഇസ്തഇദില്ലേ മറാന്നോ ഇല്ല നീ ഞാൻ വന്നിരിക്കുന്നു റസൂലിനോട് പറയാം ഞാൻ വന്നിരിക്കുന്നത്. ഖാദിമുണ്ട് ഞാൻ വന്നിരിക്കുന്നു നീ എന്ന് പറഞ്ഞു. മനസ്സിലായോ? അപ്പൊ ദക്കറം ഇതിലോ പലമ്മ പല്ലയത്ത് മനസ്സിലായപ്പോ ഇതൽ ഗുലാമി എതുഴി അങ്ങനെ എന്നെ വിളിച്ചു. അതിനെ ലക്ക റസൂലുള്ള നിനക്ക് അനുവാദം തന്ന റസൂലുള്ള. അങ്ങനെ ഇപ്പൊ ദഖൽത്തു അലൈഹി ഇപ്പൊ ഇതാവ് മുൾത്തജി തങ്ങളിങ്ങനെ കിടക്കാണ്. അല റിമാലൻ ഹസീറി തങ്ങളൊരു പായലിങ്ങനെ കിടക്കുക തലേ കഴിച്ചോ. എന്താ രംഗമല്ലേ നല്ല രസമായിരിക്കും. ലൈസ ബൈനഹുവ ബൈനഹു ഫിറാഷൻ തങ്ങളുടെ പായുടെയും തങ്ങളുടെയും വെരുപ്പ് വരൊന്നുമില്ല. അത് അത്തറ റിമാൽ ജമ്പി ഒക്കെ പലപ്പോഴും അങ്ങനെ ഈ വിഷയങ്ങളെല്ലാം പറഞ്ഞിട്ട് ഇമാം ബുഖാരി അറിയിച്ചിട്ടുള്ളു. മുത്തക്കിൻ അല വിശാലത്തിൻ മീൻ അദമിൻ ഹസ്ബുഹ ലീഫുൻ അങ്ങനെ തലയുടെ മേലെ ഇങ്ങനെ ചാരിയിരിക്കുകയാണ്. അപ്പൊ സല്ലംതു അലൈഹി ഞാൻ സലാം പറഞ്ഞു. സുമ്മ ഖുൽതു കണ്ട അതാണ് സംഭവം. ഞാൻ ചോദിച്ചു വാനക്കായ് ഞാനൊന്നും അവിടെ പറയുന്നില്ല. നമ്മൾ ഇന്നത്തെ അതീതിലൊന്നുമില്ല. പള്ളി ചെന്നതും വീട്ടിൽ മോള് കയറിയതും അങ്ങനെ ഞാൻ ചോദിച്ചു തങ്ങളെ തല്ലക്കത്ത് നിസാക്ക തല്ലക്കത്തെ നിസാക്ക തങ്ങൾ പെണ്ണുങ്ങൾ തലക്കെ ഇല്ലയോ പറഫ ബസറഹുയിലയ്യ തങ്ങളെന്റെ ഒരു തോട്ടം. അപ്പൊ കാലല്ല തുമ്മക്കൊടുത്തു വാനക്കായ്മ അസ്തൈന് സുയാ റസൂലുള്ള ഞാൻ ഇത്തിരൂടെ ഇരിക്കട്ടെ. ഒരു സമാധാനമായല്ലോ. ഇനിയിപ്പോ ഈ തങ്ങളെന്നെ നോക്കിയല്ലോ. അപ്പൊ സമാധാനമായി. ലൗറായത്തനി കുന്ന മാഷറ ഖുറൈശിൻ. ഇന്ന് ഒരു കാര്യം പറയട്ടെ, നമ്മളൊക്കെ ഖുറൈശികളാണ്. അന്ന് ആ മക്കത്തുള്ള പെണ്ണുങ്ങളൊക്കെ അടങ്ങി നിന്നതാ. ഇവിടെ വന്നിട്ട് ഈ അൻസാരികളായ പെണ്ണുങ്ങളടുത്ത് ഈ അൻസാരികളായ സഹാബത്ത് പെണ്ണുങ്ങൾക്ക് ഇത് അടിമപ്പെട്ട് ജീവിച്ചുകൊണ്ട് ആശയങ്ങൾ കണ്ടുപഠിച്ച ഈ സ്വഭാവങ്ങളൊക്കെ ഇതൊക്കെ ഒരു രസമൊക്കെ പറഞ്ഞ് മനസ്സിലായോ? നമ്മൾ അവിടെ ആയപ്പോ ഒരു കുഴപ്പമില്ലായിരുന്നു. മക്കത്തായപ്പോഴ് നമ്മൾ പെണ്ണുങ്ങളെയൊക്കെ എന്ത് ചെയ്തിരുന്നു? അടിച്ചൊതുക്കി ഇട്ടിരുന്നു. ഇവിടെ വന്നിട്ട് ഈ അൻസാരികളായ സഹാബത്തും
ഐറ്റിങ്ങളെ പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെ കുന്ന മാശറ ഖുറൈശിൻ നഗ്ലിബു നിസാ ഫലമ്മ ഖദിംന അലാ ഖൗമിൻ തഗ്ലിബുഹും നിസാഉഹും. ചൂടാൻ നോക്കുമ്പോൾ പെണ്ണുങ്ങൾ അടിമകളല്ലാണ്ടോ. ഇത് കേട്ടപ്പോൾ റസൂലുള്ളാഹി ചിരിച്ചു. അതാ ഇത് കേട്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചിരിച്ചു. സന്തോഷമായി. അപ്പൊ എന്താ റാഹത്ത്. അതാണ് ബുഖാരി ശരീഫ് ഓതുമ്പോൾ എന്റെ മട്ടത്തൊന്നില്ലെങ്കിൽ വിഷയങ്ങൾ മറ്റടുത്ത് അവിടെ ഒന്നും പറയത്തില്ല. അത് പെട്ടെന്നങ്ങ് പറഞ്ഞു പോകത്തേ ഉള്ളൂ. അവിടെ വിഷയം പറഞ്ഞാൽ മതി. അവിടെ തനാവുബിന്റെ വിഷയമാണ്. ഇന്ന് അളിയ ഇന്ന് ചെറുക്കിനോണേ എനിക്ക് പറഞ്ഞു തന്നെ, ഞാൻ എനിക്ക് വരാൻ ടൈമില്ല, അളിയന് പോകുമ്പോൾ ഞാനും വരാം. അങ്ങനെ ആരും ഞങ്ങൾ തനാവ് കൂടെ വെച്ചാ പോയിരുന്നത്. അത് അവിടെ അതേ പറയേണ്ടേ ഉള്ളൂ, അവിടെ ഒന്നും പറയേണ്ട കാര്യമില്ല. അങ്ങനെയാണ് വിഷയം. തുമ്മ കൊൽത്തു ലൗ റഅയ്തനി വദഖൽതു അലാ ഹഫ്സ ഫഖുൽതു ലാ യഗുറന്നകി അൻ കാനത് തിജാറതുക ഹിയ ഔളഅ മിൻകി വഅഹബ്ബ ഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിദായി. അങ്ങനെ വീണ്ടും അങ്ങനെ പിന്നെ കുറെ രസങ്ങളൊക്കെ പറഞ്ഞു റസൂലുള്ളാഹിനെ സമാധാനിപ്പിച്ച് അങ്ങനെ ഇറങ്ങിപ്പോയി അടുത്ത്. മനസ്സിലായേ? അതാണ് ഹദീസ് ഒരുപാടുണ്ടത്, ഒരുപാട് ഹദീസ് തന്നെ പറയാം. അത് പറയാൻ സാധ്യയില്ല. അതാണ് ബാബു തനാവുബാണ് വിഷയം. ഈ വിഷയം തന്നെ ഒരുപാട് സ്ഥലത്ത് 4900 അതൊക്കെ ഇനി നോക്കി അവിടെയൊക്കെ ഒരു ബാബ്, ഓരോ ബാബിടും. ഓരോ ഈ ഹദീസിന്റെ ഓരോ കഷണങ്ങളെടുത്ത് ബാബിടും. ഇമാം ബുഖാരി തങ്ങൾ റസൂലിനോടുള്ള മഹബത്താണ്. പുന്നാര നബിയുമായിക്കൊണ്ട് ഏതെല്ലാം വിധേനെ ബന്ധപ്പെടാൻ പറ്റും. ഈ ഒരൊറ്റ വിഷയമായിരിക്കും. ഈ വിഷയം തന്നെ റസൂൽ ദേശം പിടിച്ച ബാബു ഒളബിൻ നബി പറയും, ബാബു ബുക്കായിൻ നിസായിൻ നബി പറയും. എങ്ങനെല്ലാം ആ ഹദീസുമായിക്കൊണ്ട് റസൂലുള്ളാഹിയോട് എങ്ങനെ ബന്ധപ്പെടുമ്പോൾ അതെല്ലാം ഇമാം ബുഖാരി. അതാണ് ഇമാം ബുഖാരിയുടെ ഒരു പ്രത്യേകത. ഇതിപ്പോ എങ്ങനെ വിഷമം പോയി. അല്ലാഹു അക്ബർ പറഞ്ഞു. ഏടാ ബാബുൽ ഖദബി ബിൽ മൗലത്തി വത്തഇലിമി ഇദാ മാ യക്റഹു. വെറുക്കുന്ന ഒന്ന് കണ്ട ദേഷ്യം പിടിക്കണ്ടേ? പഠിപ്പിക്കുമ്പോൾ തന്നെ ദേഷ്യം, ഉസ്താദിന്റെ ദേഷ്യം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലോ. ദേഷ്യം പിടിക്കേണ്ട ദേഷ്യം പിടിച്ചാലും പിന്നെ എന്തിനുള്ള ബാബുൽ ഖദബ് ദേഷ്യം പിടിക്കുന്നതിൽ പറയുന്ന പാഠം ഫിൽ മൗലത്തി വയത് പറയുമ്പോൾ കുറച്ചൊക്കെ ദേഷ്യപ്പെടേണ്ടി വരും. ചിലപ്പോഴും വത്തഇലിമി പഠിപ്പിക്കുമ്പോഴും ദേഷ്യപ്പെടേണ്ടി വരും. അപ്പോഴത്തേക്ക് ഒന്നും ആക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതെല്ലാം പഠിച്ചവരാണ് ഉസ്താദന്മാർ എന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. നിങ്ങൾക്ക് ആകപ്പാടെ ഇത് ദേഷ്യപ്പെട്ടുകൂടാതെ മാത്രം പഠിച്ചു വെച്ചിട്ട് ഇത് നിങ്ങൾ ആകപ്പാട് ഇത്ര പഠിച്ചു ദേഷ്യപ്പെട്ടുകൂടാ കേട്ടോ, മയമാവണം, ഇത് മാത്രമേ പഠിച്ചു വെച്ചിട്ടുള്ളൂ, ബാക്കി പഠിക്കണ്ടേ? ഇതെല്ലാം പഠിച്ചവരാണ് ഉസ്താദന്മാരെന്ന് മനസ്സിലാക്കണം. പഠിപ്പിക്കുന്ന സന്ദർഭത്തിൽ ദേഷ്യം പറഞ്ഞാൽ എപ്പോഴാ ഇതാ മായക്കറവും വെറുക്കുന്നുവെന്ന് കാണുമ്പോൾ, അല്ലാതെ ദേഷ്യപ്പെടണ്ട. എന്നാലും ദേഷ്യപ്പെടുന്നത് എന്തിനാ? വെറുക്കുന്നുവെന്ന് കാണുമ്പോൾ ദേഷ്യപ്പെട്ടില്ല, പിന്നെ എന്തിനു കൊള്ളാവനെ? പിന്നെ അയാൾ പുരുഷനാവോ? ശരിയാ. حدثنا محمد بن كثير قال أخبرنا سفيان عن ابن أبي خالد عن قيس بن أبي حازم عن أبي مسعود الأنصاري قال قال رجل يا رسول الله لا أكاد أدرك الصلاة مما يطول بنا فلان. തങ്ങളെ പള്ളി ജമാഅത്തിന് പോകാൻ പറ്റില്ല, അവിടുത്തെ മുസ്ലിം ഭയങ്കര നീട്ടി പോകുന്ന ആളാണ് മനുഷ്യൻ. ലാ ഉദ്രിക്കു സ്വലാത്ത ജമാഅത്തായിക്കൊണ്ട് നിസ്കാരം തന്നെ എത്തിക്കുന്നില്ല. മിമ്മ യുത്തബിലു ബിനാ ഫുലാനിൻ പള്ളിയിൽ ഇമാം ഭയങ്കര നീട്ടുന്നതാണ്. അവർ പരാതി വന്നല്ലേ, ശിഷ്യനെ പറ്റി പരാതി ആരെടുത്തെത്തി? മുദരിസിന്റെ അടുത്ത്, ഉസ്താദിന്റെ അടുത്ത്. ഇനിയിപ്പോ ഏത് രീതിയിലാണ് പ്രതികരിക്കേണ്ടത്? ഉസ്താദ് നീ വേണം ഒരു ചായ കുടിച്ചാലേ കുടിച്ചോ, ഇനി വലിയ സുഹൃത്ത് ഒതുക്കി കേട്ടോ, ഇത് പറഞ്ഞ് വിടുകയല്ല. പിന്നെയോ എത്തഞ്ഞ് കാട്ടിയത് എന്നെ ഒരു പള്ളിയിൽ ഇമാമാക്കി ഇങ്ങനെയാണ്. ഇതിനാണ് പള്ളിയിൽ ഇമാമാക്കിയത് തന്നെ. ജനങ്ങൾക്ക് ഏതെല്ലാം ജനങ്ങളാണ് വരുന്നത്, ഏതെല്ലാം വിവാഹക്കാരാ, രോഗികളുണ്ടാവും, അല്ലാത്തവരുണ്ടാവും. നീ ഇങ്ങനെ തവാറക്കയും അൽവക്കരെ ഒതുക്കൊണ്ട് നടന്നാണ് ചെറിയ സുഹൃത്ത് വെച്ചിട്ട് ആൾക്കാരെ എങ്ങനെ ഉണ്ട്? നിനക്കോതാഗ്രഹമുണ്ട്, നീ അങ്ങോട്ട് വാങ്ങി നിന്നിട്ട് സുരതിക്കരിച്ചിട്ട് ഒതുക്കോ, 10 മുഴുക്കി ഒതുക്കോ, അത് ചെയ്യത്തില്ല. തങ്ങളെ ഞാൻ കണ്ടിട്ടില്ല ഫീ മൗഇദത്തിൻ ഒരൊറ്റ ഉപദേശത്തിലും അശദ്ദ ഗളബൻ ഗളബാൻ ദേഷ്യം പിടിച്ചതായിക്കൊണ്ട് ഞാൻ കണ്ടിട്ടില്ല മിൻ യൗമൈദിൻ ആ ദിവസത്തിനേക്കാൾ. ഏത് ദിവസം? ഈ പരാതിയത്തെ ദിവസം. പരാതിയല്ലേ പിന്നെ പോയി പറയാതിക്കല്ലോ. പരാതി എത്തിയ പിന്നെ അതനുസരിച്ച് പ്രവർത്തിക്കാതിരുന്ന പിന്നെ അത് ഉസ്താദാവും. ആദ്യം എന്ത് ചെയ്യണം? പരാതി അങ്ങോട്ട് എത്തല്ലോ, അത് സൂക്ഷിച്ചാൽ മതി.
ഇയാൾ വന്നല്ലേ അങ്ങ് പോയപ്പോനെ. അങ്ങനെ ഫഖാല അയ്യുഹന്നാസ്, സമൂഹമേ, ഇന്നക്കും മുനഫിറൂൻ, നിങ്ങൾ വെറുപ്പുണ്ടാക്കുന്നവരല്ലേ, അതിനാണോ നിങ്ങൾ വെച്ചത്? ദീൻ വെറുപ്പിക്കുന്നതാ. അതുകൊണ്ട് ഫമൻ സല്ലാ ബിന്നാസി, ജനങ്ങളെയും കൊണ്ട് ആരെങ്കിലും നിസ്കരിക്കുകയാണെങ്കിൽ ഫല്യുഖഫിഫ്, പെട്ടെന്ന് നിസ്കരിക്കുകയാണോ. അത് ലാഘവമാക്കണം, ചെറുതാക്കണം. ചെറുതാക്കണം 3 റക്അത്തുള്ളത് 2 റക്അത്തേക്ക് ഇരിക്കണമെന്നല്ല. ഫല്യുഖഫിഫ്, ലാഘവമാക്കണം. ഫഇന്ന ഫീഹിം, ജനങ്ങളിലുണ്ടോ, അൽ മരീദ, രോഗികളുണ്ടാകും, വല്ലഈഫ, ബലഹീനരുണ്ടാകും, വലൽ ഹാജത്തി, പെട്ടെന്ന് ആവശ്യക്കാരുണ്ടാവും. പെട്ടെന്ന് കയറി ജമാഅത്തായിട്ട് നിസ്കരിച്ചിട്ട് പോകാൻ വേണ്ടി കയറി അത് നോക്കും മുസ്ലിം അല്ല ബക്കറ അങ്ങോട്ട് തുടങ്ങി. ഇതെന്തൊരു പണി നോക്കുമല്ലോ. അതുകൊണ്ട് തങ്ങളെ പള്ളിയിൽ പോകാൻ തോന്നുന്നില്ല, ജമാഅത്തായിട്ട് നിസ്കരിക്കാൻ പോകാൻ തോന്നുന്നില്ല, അത് ഇനി ഉതിരിക്കും. അപ്പൊ റസൂലുള്ള വേഗം കണ്ടാ ആ വിഷയത്തെ പെട്ടെന്ന് വിളിച്ച് പറയണ്ടേ. അത് റസൂൽ അന്ന് തന്നെ യോഗം വിളിച്ച് യോഗം കൂടി ക്ലാസ് ഒക്കെ എടുത്തുകൊണ്ട് തിരിഞ്ഞാ. ഇനിയും റസൂൽ ദേഷ്യപ്പെട്ടാര്, ദേഷ്യപ്പെടേണ്ട അടുത്ത് ദേഷ്യപ്പെടണം, ചിരിക്കേണ്ട അടുത്ത് ചിരിക്കണം, കരയേണ്ട അടുത്ത് കരയണം, ദേഷ്യപ്പെടേണ്ടത് ദേഷ്യപ്പെടണം. എപ്പോഴും ഈ കാക്ക മച്ചാൻ പറഞ്ഞ് നടന്നാലോ